കാസർഗോഡ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ ക്രൂരത. ക്രൂരമായി മർദ്ദിച്ചെന്ന കുട്ടിയുടെ മൊഴി. അയൽവാസി മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറി. രണ്ടാനച്ഛനായ ഷൗക്കത്ത് അലിയെ വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. ജെ ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 5 വയസ്സുകാരനോട് രണ്ടാനച്ഛന്റെ കണ്ണില്ലാത്ത ക്രൂരതയുണ്ടായത്. ക്വാർട്ടേഴ്സിൽ താമസക്കാരനായ കുട്ടിയാണ് മർദ്ദനത്തിനിരയായത്. മാർച്ച് 31-നും ഏപ്രിൽ 1-നുമാണ് സംഭവമെന്ന് പറയുന്നു. അയൽവാസി കുട്ടിയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യം പകർത്തി പോലീസിന് അയച്ചു നൽകുകയായിരുന്നു. പിന്നീട് കുട്ടിയുടെ പിതാവിൻ്റെ പരാതിയിൽ പോലീസ് രണ്ടാനച്ഛൻ ഷൗക്കത്ത് അലിയെ വിളിച്ചു വരുത്തുകയും കേസെടുക്കുകയും ചെയ്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ചുമത്തിയാണ് രണ്ടാനച്ഛനെതിരെ പോലീസ് കേസെടുത്തത്. 4 മാസം മുൻപാണ് കോടതി നിർദ്ദേശപ്രകാരം ദമ്പതികളുടെ 3 കുട്ടികളുടെ സംരക്ഷണ ചുമതല മാതാവിനെ ഏൽപ്പിച്ചത്. 3 മാസത്തോളമായി കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതിന് കുഞ്ഞിനെ ദ്രോഹിക്കുന്നിട്ട് അയൽവാസികൾ വിളിച്ചിട്ട് പറഞ്ഞത്. സംഭവം പറഞ്ഞാൽ 3 മാസത്തോളമായി പീഡനത്തിന് ഇതായിട്ടുള്ളത്. ഞാൻ കർണാടകയിലെ വണ്ടിയിൽ ഓടിക്കൊണ്ടുള്ളത്. കുട്ടികളെ ഇങ്ങനെ മർദ്ദിക്കുന്നു പറഞ്ഞ് നാട്ടുകാർ എന്നെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസം വെയിറ്റ് ചെയ്തു. കോണ്ടാക്റ്റ് കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചിട്ടാകുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ നീങ്ങി അവരെല്ലാം അയൽവാസികളെല്ലാം കുട്ടികളെ ജീവൻ വേണമെന്നുണ്ട്, നീ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെ സ്റ്റേഷൻ മുഖേനയായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം സ്ഥിരമായിട്ട് തല്ലും. സ്ഥിരമായിട്ടില്ലെങ്കിൽ മുമ്പ് എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഭാര്യ സ്ഥിരമായിട്ട് തല്ലും. അവൾക്കൊരു ദേഷ്യം വരുന്നു. ആ ദേഷ്യം വരുമ്പോൾ കുട്ടികളോടാണ് ആ തീർക്കുന്നത്. അത് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അയാളെ ഒഴിവാക്കാൻ കാരണം. പിന്നെ പറഞ്ഞ പോലെ ഒന്നും കേൾക്കില്ല. ഭാര്യയ്ക്ക് തോന്നിയാസം ജാസ്തി. ആണുങ്ങളായിട്ട് ഇടപാടുകൾ ഇതെല്ലാം കുറച്ച് ഓവറാണ്. പറയുമ്പോൾ പറയും ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ പഠിച്ചതാണ്, ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറേ ബുദ്ധിമുട്ടാക്കിയായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം അവരുടെ ഫാമിലീൻ്റെ അടുത്തെല്ലാം പറഞ്ഞു ഞാൻ ഇവളെ ഒഴിവാക്കുന്നത്, ഞങ്ങൾക്ക് ശരിയാവില്ല, ഇവളെ നല്ലതാണെന്നില്ല നേരാന്നില്ല എന്ന് പറഞ്ഞു. അതൊന്നും ആവാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി അവളെ. മർദ്ദനം കേട്ടെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നാട്ടുകാർക്ക് എന്നെ കിട്ടാത്തത് കൊണ്ടാണ് ഇത്ര സമയമെടുത്തത്. 3 മാസത്തോളമായി കുട്ടിയെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന അയൽവാസികൾ. പിന്നെ എന്നെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ നാട്ടിലെല്ലാം വന്നിട്ട് അന്വേഷിച്ചിട്ട് എന്നെ കിട്ടിയതിന് ശേഷമാണ് അവരെന്നെ കോൾ വിളിച്ചിട്ട് സംഭവം പറഞ്ഞിട്ട് ഞാൻ പോയി അന്വേഷിച്ച് സ്റ്റേഷൻ മുഖേന ഞാൻ കംപ്ലയിൻറ്റും കൊടുത്തു. പിന്നെ അയൽവാസികളെല്ലാം വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. അതിനുശേഷം കുട്ടികളെ വിദ്യാനഗർ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊടുന്നു. പിന്നെ കുട്ടികളെ എൻ്റെ കൂടെ വരുന്നു പറഞ്ഞു. കുട്ടികളെ എൻ്റെ കൂടെ അയച്ചു. മർദ്ദനം എന്ന് പറഞ്ഞാൽ നല്ലോണം മർദ്ദിച്ചിട്ടുണ്ട് കുട്ടീനെ. കുട്ടിക്ക് നടക്കാനും പോലും പറ്റുന്നില്ല. ഇപ്പോൾ കാൽക്ക് നെഞ്ചിനെല്ലാം വേദന ഉണ്ട്. അത് നല്ലോണം ബുദ്ധിമുട്ടുണ്ട് കുട്ടിക്ക്. പിന്നെ അതേപോലെ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് നല്ലോണം ഭീഷണിയും ഉണ്ട്. നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിയുണ്ട്. ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആൾ വലിയ ക്രിമിനലാണ്. ഗൗണ്ടാ ലിസ്റ്റിലെല്ലാം ഉണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം പേടിയും ഉണ്ട്. കുട്ടികളെ ചൊല്ലിയിട്ട് കുട്ടികളൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു പേടിയും ഉണ്ട്. പരാതിയെ തുടർന്ന് കുട്ടിയിൽ നിന്നും വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിൽ വെച്ച് പോലീസ് വിശദമായ മൊഴിയെടുത്ത ശേഷമാണ് രണ്ടാനച്ഛൻ ഷൗക്കത്ത് അലിക്കെതിരെ കേസെടുത്തത്. തുടർന്ന് പോലീസ് 5 വയസ്സുകാരൻ്റെയും ഒപ്പം 11 വയസ്സുകാരൻ്റെയും താൽക്കാലിക സംരക്ഷണ ചുമതല പിതാവിനെ ഏൽപ്പിച്ചു. 8 വയസ്സുള്ള പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതലയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക. മർദ്ദനത്തിനിരയായ 5 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ പരിശോധനയും നടത്തി. 3 മാസം മുൻപാണ് 3 മക്കളുടെ മാതാവായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഷൗക്കത്ത് അലിക്കൊപ്പം താമസം തുടങ്ങിയത്. സംഭവത്തിൽ മാതാവ് കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.